ശ്യാം, അഡ്വാൻസ് ഹാപ്പി ന്യൂ ഇയർ. അപ്പോൾ കൊച്ചിയുടെ കാര്യം എടുത്തു പറയേണ്ടതില്ല, ആവേശം അങ്ങേ അറ്റമായിരിക്കും എന്നുള്ള കാര്യം ഉറപ്പാണ്. പാപ്പാഞ്ഞിക്ക് മുന്നിലൊക്കെ നിൽക്കുമ്പോൾ ഓരോരുത്തരും ഇപ്പോഴേ കാണാൻ വേണ്ടി എത്തിയിട്ടുണ്ട്. ഇനി കുറച്ചുകൂടി സമയം കഴിഞ്ഞാൽ പിന്നെ പറയേണ്ട ആവശ്യമില്ല കൊച്ചിയിൽ. എങ്ങനെയുണ്ട് വൈബ്? തീർച്ചയായിട്ടും, അതായത് കടന്നുപോയ വർഷത്തിന്റെ ഓർമ്മകൾക്ക് മുന്നിൽ തീപിടിക്കുന്ന നിമിഷങ്ങൾക്കായിട്ട് കാത്തിരിക്കുകയാണ് കൊച്ചി. ഇതാ പപ്പാഞ്ഞി ഒരുങ്ങിക്കഴിഞ്ഞു. പപ്പാഞ്ഞി അവസാനഘട്ട മിനുക്കുമണിയും തീർത്ത് പപ്പാഞ്ഞി അതിന്റെ അവസാന ലാപ്പിലെത്തി അങ്ങനെ ഒരുങ്ങി നിൽക്കുന്ന ഒരു കാഴ്ച നമുക്ക് ആ ദൃശ്യങ്ങളിലേക്കൊന്ന് പോയി കഴിഞ്ഞാൽ കാണാൻ കഴിയും. ഒരു ഇറ്റാലിയൻ പ്രായം ചെന്ന ഒരു മനുഷ്യൻ, അത് ഏകദേശം ഒരു 3 ദിവസങ്ങൾ വേണ്ടി വന്നു. ഏകദേശം 50 അടി ഉയരത്തിലാണ് ഈ പപ്പാഞ്ഞി നിർമ്മിച്ചിരിക്കുന്നത്. ഈ പപ്പാഞ്ഞിയുടെ മുന്നിൽ വന്ന് സെൽഫി എടുത്ത് മടങ്ങുന്ന കാഴ്ചകൾ കാണാൻ കഴിയുന്നുണ്ട്. അങ്ങനെ ഒരുപാട് പേർ ഇവിടെ എത്തിപ്പോകുന്നു. പിന്നീട് രാത്രി 12 മണിയാകുമ്പോൾ ഈ പപ്പാഞ്ഞി കത്തിയം വരുന്നു. ഇന്നത്തെ ദിവസം, ഇന്നത്തെ താരം എന്ന് പറയുന്നത് കൊച്ചിയെ സംബന്ധിച്ച് ഈ പപ്പാഞ്ഞി തന്നെയാണ്. എന്തായാലും ഒരുപാട് പേർ ഇങ്ങോട്ടേക്ക് എത്തുന്നുണ്ട്. അത് പ്രായഭേദമന്യേ ഇങ്ങോട്ടേക്ക് എത്തുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എങ്ങനെയുണ്ട് കൊച്ചിയുടെ ന്യൂ ഇയർ ആഘോഷം? അടിപൊളി അടിപൊളി അടിപൊളി. എവിടെ നിന്നാണ് വരുന്നത്? ഇവിടെ തന്നെയുള്ള അരുക്കുറ്റിപ്പടുത്തല. കൊച്ചുമോനായിട്ടാ വന്നേങ്ങള്? മോന്റെ പേരെന്നാ? ഐമൻ. ഒരു ഹാപ്പി ന്യൂ ഇയർ പറഞ്ഞേ. ഹാപ്പി ന്യൂ ഇയർ. യെസ്, അതാണ്. അങ്ങനെ ഒരുപാട് പേർ ഇവിടെ എത്തുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എവിടെ നിന്നാ വരുന്നേ? ഞങ്ങൾ രാജസ്ഥാൻ. എങ്ങനെയുണ്ട് നമ്മുടെ കൊച്ചിയുടെ ന്യൂ ഇയർ ആഘോഷം? കൊച്ചിക്കാര് തന്നെയാണ്, ഞങ്ങൾ രാജസ്ഥാനിൽ വർക്ക് ചെയ്യുന്നുള്ളൂ. വളരെ കൊച്ചി എന്ന് പറഞ്ഞാൽ അറിയാലോ. നമ്മുടെ ന്യൂ ഇയർ ആഘോഷങ്ങളൊക്കെ എങ്ങനെയുണ്ട്? അടിപൊളി അടിപൊളി. രാജസ്ഥാനിലൊക്കെ ഭയങ്കര പ്രചാരമാണ്. രാജസ്ഥാനിൽ അധികം ഒന്നുമില്ല. അല്ല, എന്നാലും നമ്മുടെ കൊച്ചിയെ കുറിച്ചുള്ള പിന്നെ എന്തുകൊണ്ടില്ല, വയനാട്ട് കൊച്ചിയെ കുറിച്ച് നല്ല അഭിപ്രായമാണ്. എല്ലാവരും കൊച്ചിയോട്ട് പറയുന്നത് വരുന്നു. ഇഷ്ടംപോലെ ആൾക്കാർ വരുന്നുണ്ട് ഇവിടെ, ടൂറിസ്റ്റുകൾ അവിടെ നിന്ന് രാജസ്ഥാനിൽ നിന്നൊക്കെ വരുന്നുണ്ട്. അതായത് നമ്മുടെ ഇന്ത്യക്കകത്ത് നിന്നും പുറത്തു നിന്നും ഒക്കെ ഒരുപാട് പേർ ഇങ്ങോട്ടേക്ക് എത്തുന്നു എന്നതാണ് ഫോർട്ട് കൊച്ചിയെ ഈ ന്യൂ ഇയർ ആഘോഷങ്ങളിൽ നിന്ന് എപ്പോഴും വ്യത്യസ്തമാക്കുന്നത്. എല്ലാവരും കുടുംബമായിട്ടൊക്കെയാണ് ഇങ്ങോട്ടേക്ക് എത്തുന്നത്. ചേച്ചി, എങ്ങനെയുണ്ട് നമ്മുടെ ന്യൂ ഇയർ ആഘോഷമൊക്കെ? അടിപൊളി. എന്താ ഒരു നാണം? കോന്നിന്ന് വരുമോ? കോന്നി. അതുകൊള്ളാം, പത്തനംതിട്ട കോന്നി വന്നിട്ടാണ്. അപ്പൊ എങ്ങനെയുണ്ട് കൊച്ചിയിൽ ന്യൂ ഇയർ കണ്ടിട്ടുണ്ട്? ഇത് പിന്നെ കഴിഞ്ഞ വർഷം അങ്ങേ വർഷമൊക്കെ വന്നിട്ടുണ്ട്. അപ്പൊ എങ്ങനെയുണ്ട് ഓരോ വർഷവും ന്യൂ ഇയറിന്റെ ഒരു പൊലിമ എങ്ങനെയാണ്? എല്ലാ വർഷവും ഒന്നിനൊന്ന് മെച്ചമായിട്ടാണ്. അതാണ്, അതായത് ഓരോ വർഷം ചെല്ലുന്തോറും ഒന്നിനൊന്ന് മെച്ചമാണ്. അങ്ങനെയാണോ കൊച്ചിയുടെ ഒരു ന്യൂ ഇയർ ആഘോഷം? വരുന്നത് ഞങ്ങള് കൊച്ചി തന്നെയുള്ള ആൾക്കാരാണ്. അപ്പൊ നമ്മുടെ ഒരു കൊച്ചിയുടെ ആഘോഷത്തെ കുറിച്ച് ഇങ്ങനെ പുറത്ത് ഇങ്ങനെ പറഞ്ഞു കേൾക്കുമ്പോൾ നമുക്കൊരു അഭിമാനമല്ലേ? പിന്നെ തീർച്ചയായും. അപ്പൊ ആ ഒരു അഭിമാനത്തിന്റെ നിമിഷത്തിലൊക്കെയാണ് എല്ലാവരും ഉള്ളത്. അങ്ങനെ ഒരുപാട് പേർ ഇവിടെ എത്തുന്നു എന്നതാണ് ഏറ്റവും പ്രത്യേകത. എങ്ങനെയുണ്ട് നമ്മുടെ കൊച്ചിയുടെ ന്യൂ ഇയർ ആഘോഷം? അടിപൊളി. പിന്നെ നമ്മളിങ്ങനെ കാഴ്ചക്കാരനായിട്ട് വന്നിരിക്കുകയാണ്. ഇതിന്റെ കൂടെ കൂടും കാഴ്ചക്കാരനാണ്. സമയം മൂക്കും, അപ്പൊ അടിപൊളിക്കും. അത് തന്നെ, അടിച്ചു പൊളിക്കും നമ്മള്. അത്രേ ഉള്ളൂ. അതാണ്. അങ്ങനെ ഒരുപാട് പേർ അങ്ങനെ നമ്മുടെ ന്യൂ ഇയർ ആഘോഷം എങ്ങനെയുണ്ട് മൊത്തത്തിൽ കണ്ടിട്ട്? അടിപൊളി. ആണ്. പിന്നെ വൈബാണ്. എങ്ങനെയുണ്ട്? അടിപൊളിയാണ്, നല്ലതാണ്. ഞാൻ ആദ്യമായിട്ടാണ് വരുന്നത്. കൊച്ചി എറണാകുളത്തുള്ള ആളാണ്, പക്ഷെ ആദ്യമായിട്ടാണ് വരുന്നത്. അപ്പൊ ഇന്ന് മൊത്തത്തിൽ കണ്ട് മടങ്ങിയിട്ട് പക്ഷെ ആള് കുറവുപോലെ തോന്നുന്നത്. പൊതുവെ നമ്മൾ സാധാരണ നമ്മൾ കാണുന്ന പോലെയല്ല, ഇപ്പൊ ആള് കുറവാണ്. പക്ഷെ വരും, ഈ സമയം മുമ്പ് വരും ഒന്നും പ്രതീക്ഷിക്കാം, ആള് കൂടുന്നു വിചാരിക്കാം. അതായത് ഇവിടുത്തെ ഒരുപാട് വർഷത്തെ ന്യൂ ഇയർ ആഘോഷങ്ങൾ പങ്കെടുത്തിട്ടുള്ള ആളാണ് നിങ്ങൾ. അനുപേട്ടനാണ് നമ്മുടെ ടെക്നിക്കൽ ഡിപ്പാർട്ട്മെന്റാണ്. സ്വാഭാവികമായിട്ടും ഇപ്പൊ നമുക്ക് ന്യൂ ഇയറിന്റെ ഒരു ആൾക്കാരുടെ ഒക്കെ വരവ് എങ്ങനെയാണ്? ആൾക്കാരൊക്കെ പതുക്കെ വരുന്നുള്ളതെന്ന് തോന്നുന്നു. ഒരു 7 മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് ഇവിടെ നിറച്ച ആൾക്കാരായി. പക്ഷെ ഇപ്പൊ കുറച്ച് കുറവാണ്. 2 വർഷം മുമ്പോട്ട് ഒരു സ്റ്റാമ്പേഡ് പോലെ ഉണ്ടായതൊക്കെ ഓർമ്മയില്ലേ? 2 കൊല്ലം മുന്നേ ഈ പറഞ്ഞ ബാരിക്കേഡൊക്കെ തകർന്നു വീണായിരുന്നു ആ സമയത്ത്. പക്ഷെ കുഴപ്പമില്ല, ആൾക്കാർക്ക് അങ്ങനെ പരിക്കൊന്നും പറ്റിയൊന്നുമില്ല. പക്ഷെ ഇപ്രാവശ്യം ഈ 2 ആയതുകൊണ്ട് അധികം തിരക്ക് ഉണ്ടാവാൻ സാധ്യതയില്ല. അപ്പൊ ഒരു വ്യത്യസ്തമായിട്ടൊരു ന്യൂ ഇയർ ആകട്ടെ. അതെ, ഹാപ്പി ന്യൂ ഇയർ.